Good morning to all. അപ്പോൾ ഇന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ ഡേ 2 സെക്കൻഡ് ക്ലാസ് ആണ്. അപ്പം ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ കണ്ടു, എല്ലാവരും നോട്ട്സൊക്കെ എഴുതി, എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിൽ ഡൗട്ടുള്ളവർ ഒന്ന് രണ്ട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ക്ലാസ്സിനൊപ്പം തന്നെ നോട്ട് എഴുതി പോവാം. പിന്നെ അത് വായിച്ചു നോക്കാനും മറക്കരുത്. പിന്നെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. അപ്പോൾ പാർട്ട് 1 കാണാത്തവർ ലിസ്റ്റിൽ ആരും കണ്ടിട്ടില്ല, എന്നാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി പാർട്ട് 1 നോക്കണം, എന്നിട്ട് പാർട്ട് 2 കാണാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ് നോക്കാം. ഓക്കെ, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സിന് മുന്നേ ഞാൻ പ്രീവിയസ്ലി നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ഫസ്റ്റ് എന്താ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അതിൻ്റെ ഡെഫിനിഷൻ നോക്കി. അതിൽ രണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള, ഒന്ന് ഫ്രിറ്റ്സ് ബോറും ഒന്ന് സ്റ്റീഫൻ ഷാഷും പറഞ്ഞ രണ്ട് ഡെഫിനിഷൻ നോക്കി. ഇനി എന്തൊരു സോഫ്റ്റ്വെയർ, എന്തൊരു പ്രോഗ്രാം എന്ന് പഠിച്ചു. പിന്നെ സോഫ്റ്റ്വെയർ പ്രോസസ്സും അതിൻ്റെ കുറച്ച് ഡ്രോബാക്സും ആണ് നമ്മൾ ഇത്രയും പഠിച്ചത് ഫസ്റ്റ് ക്ലാസ്സിൽ. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് സോഫ്റ്റ്വെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട്. സോഫ്റ്റ്വെയറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്യുക. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഫ്റ്റ്വെയർ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ദ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സ്. എന്താണൊരു പ്രോഡക്റ്റ്, എന്താണൊരു പ്രോസസ്സ്, പ്രോഡക്റ്റും പ്രോസസ്സും. പിന്നെ അടുത്തത് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് മെട്രിസസ്, ഇതിൻ്റെ തന്നെ സം മെട്രിസസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് മാത്രമല്ല, ഇനി ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡലും കൂടി പഠിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഈ 3 കാര്യം എന്താണെന്ന് നോക്കാം. എന്താണ് ഒരു സോഫ്റ്റ്വെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, എന്താണ് പ്രോഡക്റ്റ്, എന്താണ് പ്രോസസ്സ്, എന്താണ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ് മെട്രിസസ്, ഇത്രയും കാര്യം നോക്കാം. ഓക്കെ, നമ്മുടെ സോഫ്റ്റ്വെയർ ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് പോകാം. ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഫ്റ്റ്വെയർ ഇസ് ദാറ്റ് സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട്. അപ്പം നമ്മൾ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, സോഫ്റ്റ്വെയർ ഇസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ്, ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ആൻഡ് ഡോക്യുമെൻറ്റേഷൻ മാനുവൽസ്. സോ വി കൻ നോട്ട് സീ, നോട്ട് ടച്ച്, വി കാൺ ടച്ച് or we can't see the software in reality. Okay, so by comparing with other items which we are manufacturing, the software is entirely different from that. നമ്മൾ ഒരു മാനുഫാക്ചർ ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് ഒരു ഫ്രിഡ്ജോ ഒരു ടി വി ഒക്കെ വാങ്ങിയാൽ നമുക്കത് കാണാനും കുറച്ച് കാലം കഴിയുമ്പോൾ ഉണ്ടാവും ആ ഒരു ഐറ്റം എന്ന് പറയുന്നത് യൂസ്ഫുൾ അല്ലാത്ത, അതായത് യൂസ്ലെസ് ആവും അല്ലേ. കുറേ കാലം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ലൈഫ് അങ്ങ് തീർന്നു. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഡസ് നോട്ട് വെയർ ഔട്ട്. ഒരിക്കലും അതിനൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു ലൈഫില്ല. അപ്പോൾ എന്നും സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കുറേ കാലത്തേക്ക് നമുക്ക് പിന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറേ കാലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. കാരണം എന്താ, സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പ്രോഗ്രാംസിൻ്റെയും ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൻ്റെയും ഡോക്യുമെൻറ്റേഷൻ്റെയും കളക്ഷനാണ്. അപ്പം അത് ഒരിക്കലും അങ്ങ് എന്താ പറയുക, അൺയൂസബിൾ ആകും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു നശിച്ചു പോകുന്ന സാധനമല്ല സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഈസ് സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട്. ദ സെക്കൻഡ് വൺ ഈസ് ദാറ്റ് സോഫ്റ്റ്വെയർ ഈസ് നോട്ട് മാനുഫാക്ചേർഡ്. അതായത് നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരു കാറ് ബിൽഡ് ചെയ്യുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടാക്കുന്ന പോലെയോ, അല്ലെങ്കിൽ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ടാക്കുന്ന പോലെയോ ക്രിയേറ്റ് ചെയ്ത സാധനമല്ല സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. നമുക്കറിയാം, സോഫ്റ്റ്വെയർ എന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ആണ്. അപ്പോൾ കോഡ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് ശരിക്കും സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ, ഇറ്റ് ഈസ് റീയൂസബിലിറ്റി ഓഫ് കമ്പോണൻസ്. സോഫ്റ്റ്വെയറിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസാണ് നമുക്ക് രണ്ടാമത് പിന്നെ റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ എന്താ, നമ്മൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺസാണ്. അതിപ്പോൾ ആൻഡ്രോയിഡ് ഒരു എക്സാമ്പിളായിട്ട്, ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ഓരോ വേർഷൻസും നമ്മൾ പുതിയതായിട്ട് ഇങ്ങനെ റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ളതിന് നമ്മളത് റീയൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്, പുതിയതിനെ ആഡ് ചെയ്യുകയും ചെയ്യുന്നില്ലേ. അപ്പം അത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ദ റീയൂസബിലിറ്റി ഓഫ് കമ്പോണൻസ്. ദ ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഫ്റ്റ്വെയർ ഈസ് ദാറ്റ് സോഫ്റ്റ്വെയർ ഈസ് ഫ്ലെക്സിബിൾ. സോഫ്റ്റ്വെയർ ഫ്ലെക്സിബിളാണ് എന്ന് വെച്ചാൽ നമുക്ക് സോഫ്റ്റ്വെയറിനെ ഏത് ഫോമിലേക്കും ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് നമുക്ക് ഫിസിക്കലായിട്ടുള്ളൊരു സാധനമല്ല, വളക്കി ഒടുക്കുകയൊക്കെ ചെയ്യാൻ പറ്റാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫോമാറ്റിലേക്കും മാറ്റാൻ പറ്റും. ഓക്കെ, ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോഫ്റ്റ്വെയറിനുള്ളത്. ഒന്ന്, സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട്, സോഫ്റ്റ്വെയർ ഈസ് നോട്ട് മാനുഫാക്ചേർഡ്, ദ റീയൂസബിലിറ്റി ഓഫ് കമ്പോണൻസ്, ആൻഡ് സോഫ്റ്റ്വെയർ ഈസ് ഫ്ലെക്സിബിൾ.
അപ്പോൾ ആ 4 പോയിന്റ് ജസ്റ്റ് എന്താണെന്നും അതിൻ്റെ മീനിങ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോഫ്റ്റ്വെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിനൊക്കെ ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ആ 4 പോയിന്റ് എന്താണെന്നും ജസ്റ്റ് ഒരു 2-3 അതിൻ്റെ ഒരു കുറച്ച് ഡിസ്ക്രിപ്ഷനും കൊടുത്താൽ മതി എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ ടോപ്പിക്കാണ് വാട്ട് ഈസ് പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സ്. ഇതിലേക്ക് പോകാം. അപ്പം നമ്മളിന്ന് ഫസ്റ്റ് നമ്മൾ എന്താ ഒരു സോഫ്റ്റ്വെയർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി. രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഒരു പ്രോഡക്റ്റ് ആൻഡ് എന്താണ് ഒരു പ്രോസസ്സ്. ഓക്കെ, ദ പ്രോഡക്റ്റ് വേഴ്സസ് പ്രോസസ്സ് ആണ് അടുത്തത് പഠിക്കാനുള്ളത്. എന്താ ഒരു പ്രോഡക്റ്റ്, എന്തൊരു പ്രോസസ്സ്. പ്രോസസ്സിന് ഓൾറെഡി സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ പ്രോസസ്സ് ഈസ് ദ വേ ഇൻ വിച്ച് വി പ്രൊഡ്യൂസ് സോഫ്റ്റ്വെയർ. അതായത് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ മേക്ക് ചെയ്യുന്ന ആ വേക്ക് പറയുന്നതാണ് എന്ത്, പ്രോസസ്സ്. ഓക്കെ, ദ വേ ഇൻ വിച്ച് വി പ്രൊഡ്യൂസ് എ സോഫ്റ്റ്വെയർ ഈസ് കോൾഡ് ഇസ് ദ പ്രോസസ്സ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് എന്തായിരിക്കും? ദ പ്രോഡക്റ്റ് ഈസ് ദ ഫൈനൽ ഡെലിവറബിൾ ഐറ്റം, അല്ലെങ്കിൽ എന്താ പറയുക, വാട്ട് ഈസ് ഡെലിവേർഡ് ടു ദ കസ്റ്റമർ ഈസ് കോൾഡ് എസ് പ്രോഡക്റ്റ്. അതായത് കസ്റ്റമേഴ്സിന് നമ്മൾ എന്താണോ ഡെലിവറി ചെയ്യുന്നത് അതിനെ നമുക്ക് എന്ത് പറയാം, പ്രോഡക്റ്റ് എന്ന് പറയാം. ഓക്കെ, വാട്ട് ഈസ് ഡെലിവേർഡ് ടു ദ കസ്റ്റമർ ഈസ് കോൾഡ് എസ് പ്രോഡക്റ്റ് ആൻഡ് ദ പ്രോസസ് മീൻസ് ദ വേ ഇൻ വിച്ച് വി പ്രൊഡ്യൂസ് സോഫ്റ്റ്വെയർ. അപ്പോൾ പ്രോസസ്സിന് ഒരു പോയിന്റ് കൂടി ഉണ്ട്. അതായത് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ലീഡ് ടു ദ പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിലേക്ക് പോകുന്ന സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് എന്ത്, ആക്ടിവിറ്റീസ് ആണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോസസ്സിന് 2 ഡെഫിനേഷൻ ഉണ്ട്. ഇറ്റ് ഇസ് ദ വേ ഇൻ വിച്ച് വി പ്രൊഡ്യൂസ് ദ സോഫ്റ്റ്വെയർ ആൻഡ് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇസ് ലീഡ് ടു ദ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞു എന്താണോ നമ്മൾ പ്രോസസ്സിലൂടെ കിട്ടുന്ന ഫൈനൽ എൻഡ് ഐറ്റത്തിനാണ് നമുക്ക് എന്താ പറയുന്നത്, പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് 2 ഡെഫിനിഷൻ മാത്രം. നെക്സ്റ്റ് ആണ് ദ പ്രോഡക്റ്റ് മെട്രിസസും പ്രോസസ് മെട്രിസസും. ഓക്കെ, മെട്രിസസ്. അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ്സിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഡെഫിനിഷൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മെട്രിസസ് എന്താണ്? മെട്രിസസ് മീൻസ് ദ മെഷർമെൻറ്റ്. നമ്മൾ ഹൗ വി ആർ മെഷറിങ് ദ പ്രോഡക്റ്റ് ആൻഡ് ഹൗ വി ആർ മെഷറിങ് ദ പ്രോസസ് ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് മെട്രിസസ് ആയിട്ട് പറയുന്നത് ദ പ്രോഡക്റ്റ് മെട്രിസസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു പ്രൊഡക്ടിവിറ്റി, മെഷർമെൻറ്റ്സ് ആണ്. പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി, failure rate, എക്സെട്ര. അതായത് നമ്മൾ ഇന്നൊരു പ്രോഡക്റ്റിനെ, അതായത് ഒരു പ്രോഡക്റ്റിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന ആ മെഷർമെൻറ്റിനാണ് നമ്മൾ പ്രോഡക്റ്റ് മെട്രിസസ് എന്ന് പറയുന്നത്. പ്രോസസ് മെട്രിക് ക്വാണ്ടിഫൈ ദ ആട്രിബ്യൂട്ട് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ് ആൻഡ് എൻവയർമെൻറ്റ് സച്ച് ആസ് പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി, ഫെയിലിയർ റേറ്റ്, എക്സെട്ര. അപ്പം പ്രോസസ് മെട്രിസസ് എന്തൊക്കെയായിരിക്കും? അതായത് നമ്മളൊരു പ്രൊഡക്റ്റിനെ ക്വാണ്ടിഫൈ ചെയ്യുന്ന അതിൻ്റെ ഫെയിലിയർ റേറ്റും അതിൻ്റെ ക്വാളിറ്റിയും പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു പ്രോസസ്സിൻ്റെ മെട്രിസസ് ആയിട്ട് പറയുന്നത് ദ മെട്രിസസ് ഓഫ് സോഫ്റ്റ്വെയർ പ്രോസസ്സസ് ആർ ഓക്കെ. അപ്പം നെക്സ്റ്റ് നമ്മൾ പ്രോസസ് മെട്രിസസ് ആൻഡ് പ്രോഡക്റ്റ് മെട്രിസസ് ആണ് പറയുന്നത്. പ്രോസസ് മെട്രിസസ് ആൻഡ് പ്രോഡക്റ്റ് മെട്രിസസ്. ഓക്കെ, ദ പ്രോസസ് മെട്രിസസ് ആർ ദ ക്വാണ്ടിറ്റി ഓഫ് the attributes okay. നെക്സ്റ്റ് നമ്മൾ സോഫ്റ്റ്വെയർ മെട്രിസസിനും നെക്സ്റ്റ് നമ്മൾ പ്രോസസ് മെട്രിസസും പ്രോഡക്റ്റ് മെട്രിസസും ആണ് പറയുന്നത്. എന്താണ് ഒരു പ്രോസസ് മെട്രിസസ് ആൻഡ് വാട്ട് ആർ ദ പ്രോഡക്റ്റ് മെട്രിസസ്? പ്രോസസ് ആൻഡ് പ്രോഡക്റ്റ് മെട്രിസസ് എന്ന് പറയുന്നത് കുറച്ച് മെഷർമെൻറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത്. അതായത് പ്രോസസ്സിനെ നമ്മൾ എങ്ങനെയാണ് ക്വാണ്ടിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രോഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് ക്വാണ്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ് മെട്രിസസ് മീൻസ് ദാറ്റ് ക്വാണ്ടിഫൈ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്. സോഫ്റ്റ്വെയർ പ്രോസസ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇറ്റ് ഇസ് ദ പ്രൊഡക്ടിവിറ്റി. നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടോ നോക്കില്ലേ? പ്രൊഡക്ടിവിറ്റി ഈസ് വൺ ഓഫ് ദി മെട്രിസസ് ആണ്. ഇറ്റ്സ് ഫെയിലിയർ റേറ്റ് നോക്കും, ഫെയിലിയർ റേറ്റ്. പിന്നെന്താ നോക്കുക? ഇതിൻ്റെ ക്വാളിറ്റി അല്ലേ? അതൊക്കെയാണ് പ്രോസസ് മെട്രിസസ് ആയിട്ടുള്ളത്. ഇനി പ്രോഡക്റ്റ് മെട്രിസസ് എന്ന് പറയുന്നത് ദാറ്റ് ക്വാണ്ടിഫൈ ദ
മെഷർമെൻറ്റ് ഓഫ് ആട്രിബ്യൂട്ട് ഓഫ് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ്. സോഫ്റ്റ്വെയർ പ്രോഡക്ട്സിലുള്ള മെട്രിസസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഇറ്റ്സ് സൈസ്, ഇറ്റ്സ് റിലയബിലിറ്റി, അതിനെ നമുക്ക് എത്ര കാലം വിശ്വസിക്കാൻ പറ്റും, അതിൻ്റെ സൈസ് എങ്ങനെയാണ്, റിലയബിൾ ആണോ, കോംപ്ലക്സ് ആണോ, കോംപ്ലക്സിറ്റി എക്സെട്ര. ഓക്കെ, ഇതൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് മെട്രിസസ് എന്ന് പറയുന്നത്. ദ പ്രോഡക്റ്റ് മെട്രിസസ് ആർ ഡിവൈഡഡ് ഇൻറ്റു ദ സൈസ്, റിലയബിലിറ്റി, കോംപ്ലക്സിറ്റി എക്സെട്ര. ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ പ്രോസസ്സ് എന്ന് പറയുന്നത് വേ ഇൻ വിച്ച് വി പ്രൊഡ്യൂസ് സോഫ്റ്റ്വെയർ ആണ്. ദ പ്രോഡക്റ്റ് മീൻസ് ഹൗ വി ആർ വാട്ട് വി ആർ ഡെലിവേർഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്സ്. അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ്സിൽ നമ്മൾ എന്താണോ ഡെലിവർ ചെയ്യുന്നത് അതിനാണ് നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. പ്രോഡക്റ്റ് മെട്രിസസിൽ വരുന്നത് അതിൻ്റെ സൈസ്, റിലയബിലിറ്റി, കോംപ്ലക്സിറ്റി ഒക്കെയാണ്. പ്രോസസ്സിൽ വരുന്നത് ദ ഫെയിലിയർ റേറ്റ്, ദ ക്വാളിറ്റി, അതിൻ്റെ പ്രോഡക്റ്റിവിറ്റി എക്സെട്ര. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. സോഫ്റ്റ്വെയർ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ നാലെണ്ണം പറഞ്ഞു. സോഫ്റ്റ്വെയർ ഡസ് നോട്ട് വെയർ ഔട്ട്, ഇറ്റ് ഡസ് നോട്ട് മാനുഫാക്ചേർഡ്, ഫ്ലെക്സിബിൾ ആണ്, റീയൂസബിലിറ്റി ഓഫ് കമ്പോണൻസ്. പിന്നെ ഇൻട്രൊഡക്ഷനായിട്ട് പ്രോഡക്റ്റും പ്രോസസ്സും പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, സോഫ്റ്റ്വെയർ പ്രോഡക്റ്റിൻ്റെയും പ്രോസസ്സിൻ്റെയും മെട്രിസസിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയും. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ SDLC. ഓക്കെ, ഇനിയാണ് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററും അതായത് ഫസ്റ്റ് മോഡ്യൂളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് SDLC, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ ബയോളജിയിലൊക്കെ ഒരു ഹ്യൂമൻ്റെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ലിവിങ് ബീങ്സിൻ്റെ ലൈഫ് സൈക്കിളെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സിൽ. അതായത് ഒരു മനുഷ്യന് ജനിക്കുന്ന തൊട്ട് അയാൾ മരിക്കുന്നവരെയുള്ള ആ ഒരു പീരീഡിലാണ് നമ്മൾ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൻ്റെ കേസിലാണെങ്കിൽ സോഫ്റ്റ്വെയർ ഓൾസോ ഹാവ് ഇറ്റ്സ് ഓൺ ലൈഫ് സൈക്കിൾ. അതായത് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എപ്പോഴാണോ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നമ്മളൊരു ഐഡിയ വരുന്നത് അത് തൊട്ട് ആ സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് കസ്റ്റമറിന് കൊടുക്കുന്ന വരെയുള്ള ആ ഒരു പീരീഡിനാണ് എന്ത് പറയുന്നത്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനായിട്ട് നിങ്ങൾ നോട്ടിൽ എഴുതിയിട്ടുണ്ടാവും. എ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽ ഈസ് ദ പീരീഡ് ഓഫ് ടൈം ദറ്റ് സ്റ്റാർട്ട് when a software product is conceived and ends when the product is no longer available for use. The software life cycle typically includes a requirement phase, design phase, implementation phase, test phase, installation and checkout phase, operation and maintenance phase, and sometimes retirement phase. Okay, അതായത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് നമ്മൾ എപ്പോഴാണോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഒരു കസ്റ്റമറിന് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ആ പീരീഡ് സോഫ്റ്റ്വെയർ പ്രോസസ്സിൻ്റെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണോ നമ്മളത് ഉണ്ടാക്കാൻ മീൻസ് ഏത് ടൈമിലാണോ നമ്മൾ അത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് തൊട്ട് ആ പ്രോഡക്റ്റ് നമ്മൾ തിരിച്ച് ആ കസ്റ്റമറിന് കൊടുക്കുന്നവരെയായിരിക്കും അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡലിൽ വരുന്ന ഫേസസ് ആണ് ഇറ്റ്സ് റിക്വയർമെൻറ്റ് ഫേസ്, ഡിസൈൻ ഫേസ്, ഇംപ്ലിമെൻറ്റേഷൻ ഫേസ്, ടെസ്റ്റ് ഫേസ്, ഇൻസ്റ്റലേഷൻ ആൻഡ് ചെക്കൗട്ട് ഫേസ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഫേസ്, ആൻഡ് ചില സോഫ്റ്റ്വെയർസിന് അതിൻ്റെ റിട്ടയർമെൻറ്റ് ഫേസും ഉണ്ടാവും. അതായത് ചില ടൈമിൽ നമ്മൾ സോഫ്റ്റ്വെയർ കുറച്ച് കാലത്തേക്ക് മാത്രമായിരിക്കും യൂസ് ചെയ്യാം, ആ ടൈമിൽ അതിന് റിട്ടയർമെൻറ്റ് ഫേസ് ഉണ്ടാവും. അപ്പം ഇത് എന്താണ് ഒരു റിക്വയർമെൻറ്റ്, എന്താ ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ എന്താ, ടെസ്റ്റ് എന്താ, ഇൻസ്റ്റലേഷൻ എന്താ, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഫേസ് എന്താ എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രമാത്രം നോക്കുക നിങ്ങൾ. ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൽ മെയിൻലി ഇത്രയും ഫേസസ് ഒക്കെ ഉണ്ടാകും. അതായത് റിക്വയർമെൻ്റ് ഉണ്ട്, ഡിസൈൻ ഉണ്ട്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്, ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഉണ്ട്, പിന്നെന്താ ഉള്ളത് അതിൻ്റെ ലാസ്റ്റ് സംടൈംസ് അതിന് റിട്ടയർമെൻറ്റ് ഫേസും ഉണ്ടാവും. ഇനി ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽസ് എന്ന് പറയുന്നത് ലൈഫ് സൈക്കിൾ മോഡൽസിൽ വരുന്ന മെയിനായിട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ള ഒരു 3 മോഡൽസാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തതിന് നമ്മൾ വാട്ടർഫാൾ മോഡൽ എന്ന് പറയും, വാട്ടർഫാൾ മോഡൽ. രണ്ടാമത്തത് ഇൻക്രിമെൻ്റ് പ്രോസസ് മോഡൽ,
ആൻഡ് മൂന്നാമത്തത് എവല്യൂഷണറി പ്രോസസ് മോഡൽ. എവല്യൂഷണറി പ്രോസസ് മോഡൽ. അപ്പം ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡൽ എന്ന് പറയുന്നത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വാട്ടർഫാൾ മോഡൽ, ഇൻക്രിമെൻറ്റ് പ്രോസസ് മോഡൽ, എവല്യൂഷണറി പ്രോസസ് മോഡൽ. ഈ വാട്ടർഫാൾ മോഡലാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഒരു വാട്ടർഫാൾ മോഡൽ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താ, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്താ, അതിൽ വരുന്ന ഫേസസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മോഡലിലേക്ക് നമ്മൾ പോകാം. എന്താണ് ഒരു നമ്മൾ സാധനം പോയപ്പോൾ ഓക്കെ. അപ്പം നമുക്ക് okay, we can start our first life cycle model, that is waterfall model. Okay, waterfall model. Waterfall model consists of 5 steps. They are requirement analysis and specification phase, design phase, implementation and unit testing phase, integration and system testing phase, operation and maintenance phase. അതായത് ഞാൻ പറഞ്ഞു ഓരോ സോഫ്റ്റ്വെയറിനും ഡിഫറെൻറ്റ് ലൈഫ് സൈക്കിൾസ് ഉണ്ടാവും. ഇപ്പോൾ വാട്ടർഫാൾ മോഡൽ പറയുന്നത് ഇതിന് 5 ഫേസസ് ഉണ്ടെന്നാണ്. റിക്വയർമെൻറ്റ് അനാലിസിസ്, ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ്, ഇൻ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ്. അതിനു മുന്നേ ഈ വാട്ടർഫാൾ മോഡലിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, നോട്ട് ചെയ്തോ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ മോഡൽ. ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ മോഡൽ. ഓക്കെ, ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ മോഡൽ എന്നും കൂടി പറയുന്നുണ്ട്. വൈ ഇറ്റ് ഈസ് കോൾഡ് എസ് ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ? എന്തുകൊണ്ടാണ് അത് ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, വാട്ടർഫാൾ മോഡൽ ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് വൺ ഓഫ് ദ ഫസ്റ്റ്ലി യൂസ്ഡ് മോഡൽ ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്. ഫസ്റ്റ് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന മോഡലാണ് വാട്ടർഫാൾ അല്ലെങ്കിൽ ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ഓൾഡസ്റ്റ് മോഡലാണ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സീക്വൻഷ്യൽ ലൈഫ് സൈക്കിൾ മോഡൽ. സീക്വൻഷ്യൽ ലൈഫ് സൈക്കിൾ മോഡൽ. ഇപ്പോൾ 2 നെയിമും കൂടി ഉണ്ട്, ഓർത്ത് വെക്കണം. സീക്വൻഷ്യൽ ലൈഫ് സൈക്കിൾ മോഡലിനും അല്ലെങ്കിൽ ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ മോഡൽ. എക്സാമിന് ഇപ്പോൾ ക്ലാസിക്കലിനായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ സീക്വൻഷ്യൽ ലൈഫ് സൈക്കിളിനായിരിക്കും. ഇപ്പോൾ വാട്ടർഫാൾ മോഡൽ തന്നെയാണ് ഈ പറയുന്ന രണ്ടും. ഓക്കെ, അപ്പോൾ വാട്ടർഫാൾ മോഡൽ ഈസ് ഓൾസോ നോൺ ആസ് ക്ലാസിക്കൽ ലൈഫ് സൈക്കിൾ മോഡൽ ഓർ സീക്വൻഷ്യൽ ലൈഫ് സൈക്കിൾ മോഡൽ. ഇനി ഈ വാട്ടർഫാൾ മോഡലിന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ദിസ് മോഡൽ ഈസ് നെയിംഡ് ആസ് വാട്ടർഫാൾ ബിക്കോസ് ഇറ്റ് ഈസ് ഡയഗ്രമാറ്റിക്കലി റിസംബിൾസ് എ കാസ്കേഡ് ഓഫ് വാട്ടർഫാൾ. നിങ്ങൾ ഈ പിക്ചറിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവുമല്ലോ. അതായത് ഓരോ ഫേസ് കഴിഞ്ഞിട്ടും അടുത്ത ഫേസിലേക്ക് ഒരു വാട്ടർഫാളിൻ്റെ പോലെ, എന്താ വെച്ചാൽ മേലെ നിന്ന് താഴേക്ക് പോകുന്ന ഒരു ഫ്ലോയിലാണ് നമ്മുടെ പ്രോസസ്സ് പോകുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഇത് സീക്വൻഷ്യലാണെന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ, സീക്വൻഷ്യൽ എന്ന് വെച്ചാൽ ഒന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്തത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഫേസ് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഡിസൈന് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇൻറ്റഗ്രേഷൻ. അങ്ങനെ ഓരോന്നും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഈസ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ? എന്താണ് ഒരു റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ കോളേജിൻ്റെ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണം. കോളേജിന് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഇല്ല നമുക്ക്. ഇപ്പോൾ പി കെ കോളേജിൽ ഒരു വെബ്സൈറ്റ് വേണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രിൻസിപ്പൽ നമ്മളിപ്പോൾ ഒരു തേർഡ് ഇയർ CS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമാണെന്ന് വിചാരിക്കുക സപ്പോസ്. അപ്പം നമ്മുടെ പ്രിൻസിപ്പൽ നമ്മളടുത്ത് ആവശ്യപ്പെടുകയാണ്, ഒരു കോളേജിൻ്റെ വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന്. അതിനൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആരാ? കസ്റ്റമർ എന്ന് പറയുന്നത് കോളേജിൻ്റെ അതോറിറ്റീസാണ്. ആരാണ് ഡെവലപ്പർ? നമ്മളാണ് ഡെവലപ്പർ. ഇപ്പോൾ റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ നമ്മുടെ പ്രിൻസിപ്പൽ ഓർ റിക്വയർമെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് കസ്റ്റമർ നമ്മളുടെ അടുത്ത് വരുന്നു, സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ അടുത്ത് വരുന്നു. എന്നിട്ട് അവർക്ക് ഇങ്ങനത്തെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട് എന്ന് പറയാം. അതായത് അവർക്ക് ഒരു സോഫ്റ്റ്വെയർ വേണം, കോളേജിൻ്റെ വെബ്സൈറ്റ്, അത് ഈ ഒരു 6 മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് സോഫ്റ്റ്വെയർ വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ നമ്മളടുത്ത് പറയുന്നു. അപ്പം റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷനിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താണോ കസ്റ്റമറിൻ്റെ ആവശ്യം അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡാറ്റാസ് മൊത്തം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് ഒരു
ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുക. അതിനാണ് റിക്വയർമെൻറ്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡോക്യുമെൻറ്റേഷനാണ്. അതായത് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഒരു ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റിന് പറയുന്ന പേരാണ്, നോട്ടിൽ നോക്കിയാൽ അറിയാം, സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഓർ SRS. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് സ്റ്റെപ്പ്. റിക്വയർമെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടിയ റിക്വയർമെൻറ്റ്സിനൊക്കെ നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നു. ആ ഡോക്യുമെൻറ്റിന് പറയുന്നതാണ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ ഓർ SRS. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഡിസൈൻ ഫേസ് ആണ്. ഡിസൈൻ ഫേസ് മീൻസ് നമ്മൾ ഏതൊരു പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിലും, ഫോർ എക്സാമ്പിൾ നമ്മൾ വീട് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഫസ്റ്റിന് നമ്മൾ പോയിട്ട് ഒരു കല്ല് വെക്കുകയല്ല ചെയ്യാം. എന്താ ചെയ്യുക? ഫസ്റ്റ് അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യും അല്ലേ? അതായത് നമ്മൾ അതിൻ്റെ ഒരു പ്ലാൻ വരയ്ക്കും അല്ലേ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസൈൻ എന്ന് പറയുന്നത്. ഡിസൈൻ മീൻസ് വി ആർ മേക്കിംഗ് എ സ്ട്രക്ചർ ഓർ വി ആർ ഡിസൈനിങ് ദ പിക്ചർ ഓഫ് ദാറ്റ് സോഫ്റ്റ്വെയർ. എന്താണോ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ്, അതിൻ്റെ ഒരു ഓവറോൾ ഡിസൈന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനാണ് ഡിസൈൻ ഫേസ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് റിക്വയർമെൻറ്റ്സ് ഒക്കെ നമുക്ക് SRSൽ നിന്ന് കിട്ടും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണോ കസ്റ്റമറിന് വേണ്ടത് അതിൻ്റെ ഒരു മോഡൽ വരയ്ക്കുന്നതിനാണ് ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസൈൻ ഫേസിൽ നമ്മൾ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റിൻ്റെ പേരാണ് SDD. ഈ ടേംസ് ഒക്കെ നോക്കുക, SDD, SRS എന്നൊക്കെ പറഞ്ഞു. SRS എന്ന സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷനാണ്. SDD മീൻസ് സോഫ്റ്റ്വെയർ ഡിസൈൻ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ നോട്ട് ആദ്യം തരുന്നത്. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോൾ നോട്ട്സിലും കൂടി നോക്കുക ആ പോയിൻറ്റ്സ് ഒക്കെ കറക്റ്റ് ഇല്ലേ എന്നുള്ളത്. സോഫ്റ്റ്വെയർ ഡിസൈൻ ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് ഡിസൈൻ ഫേസിൽ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ റിക്വയർമെൻറ്റ് കളക്ട് ചെയ്തു, ഡിസൈന് ചെയ്തു. ഇനി അടുത്ത ഫേസ് എന്ന് വെച്ചാൽ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് ആണ്. ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഡിസൈന് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോഗ്രാംസിലേക്ക് പോകുന്ന ആ ഫേസിനാണ് എന്ത് പറയുന്നത്? ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസൈൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, എന്താണോ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു പിക്ചർ നമ്മളെ കയ്യിലുണ്ട്, അതിൻ്റെ മോഡൽ എങ്ങനെയാണ് നമ്മളെ കയ്യിലുണ്ട്. ഇനി അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോഗ്രാമിങ്ങിലേക്ക് അല്ലെങ്കിൽ എന്ത് പറയുന്നു, കോഡിങ്ങിലേക്ക് പോകുന്നതിനാണ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളെ സോഫ്റ്റ്വെയറിന് കംപ്ലീറ്റ്ലി പ്രോഗ്രാമിൻ്റെയും ഡോക്യുമെൻറ്റേഷൻ്റെയും ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെയും ഒക്കെ ഒരു കളക്ഷനല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ ഡിസൈനും റിക്വയർമെൻറ്റ്സിൽ നിന്നൊക്കെ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് നമ്മൾ പ്രോഗ്രാമിലേക്ക് ഏതെങ്കിലും ലാംഗ്വേജ് ലൈക്ക് നമ്മൾ ജാവയോ അല്ല PHPയോ അങ്ങനെ ഏതെങ്കിലും ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ഓർ കോഡിംഗ് ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ യൂണിറ്റ് ടെസ്റ്റിംഗ് കൂടി ചെയ്യുന്നുണ്ട്. യൂണിറ്റ് ടെസ്റ്റിംഗ് മീൻസ് നമ്മൾ കോഡ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ പാർട്സായിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? യൂണിറ്റ് ടെസ്റ്റിംഗ്. നിങ്ങൾ സാധാരണ CPP ഒക്കെ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾ കമ്പൈൽ ചെയ്യുന്നില്ലേ? അതായത് എറർ ചെക്ക് ചെയ്യുന്നുണ്ട്, എറർ ഉണ്ടോ നോക്കുന്നു, റൺ ചെയ്യുന്നില്ലേ? അതായത് ഒരു പ്രോഗ്രാം നിങ്ങൾ ചിലപ്പം പകുതി ചെയ്തിട്ടായിരിക്കും അതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ നോക്കും, അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അതേ പ്രോസസ്സ് തന്നെ നമ്മൾ ഓരോ കോഡിങ് ചെയ്യുന്നു, അതിൻ്റെ ഓരോന്നും യൂണിറ്റ് വൈസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുക. അതായത് ടെസ്റ്റിംഗ് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എറർ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ചെക്ക് വെദർ എറർ ഈസ് ദർ ഓർ നോട്ട് ആൻഡ് വി വാണ്ട് ടു ഫിക്സ് ദാറ്റ് എറർ. അത്രയും കാര്യങ്ങളാണ് ഈ മൂന്നാമത്തെ ഫേസിൽ ചെയ്യുന്നത്. നാലാമത്തെ ഫേസ് മീൻസ് ഇൻ്റഗ്രേഷൻ ആൻഡ് സിസ്റ്റം ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്തു, അപ്പോൾ ഓരോ യൂണിറ്റ് ബൈ യൂണിറ്റ് ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിനെ നമ്മൾ ചിലപ്പോൾ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് വേറൊരു യൂണിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുപോലെയുള്ളതിനൊക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ ഓവറോൾ നമ്മുടെ സിസ്റ്റം വർക്കിംഗ് ആണോ എന്നുള്ളതിൻ്റെ സിസ്റ്റം ടെസ്റ്റിംഗ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇൻ്റഗ്രേഷൻ മീൻസ് ഇപ്പോൾ യൂണിറ്റ് ടെസ്റ്റ് ചെയ്തതിനൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ഓവറോൾ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുന്നതിന് സിസ്റ്റം ടെസ്റ്റിംഗ് പറയുന്നു. ഇനി ലാസ്റ്റത്തെ ഫേസാണ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഫേസ്. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് മീൻസ് ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇത് കസ്റ്റമറിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കസ്റ്റമർ സൈറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മളെ എക്സാമ്പിൾ പറഞ്ഞത് കോളേജിൻ്റെ ഒരു വെബ്സൈറ്റ്, ഒരു സൈറ്റായിരുന്നു. അപ്പോൾ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മൾ കോളേജ് ആരാണ്. അപ്പോൾ നമ്മളെ ലാപ്ടോപ്പിൽ ഇത്രയും എന്ത് ചെയ്തു? റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്ത് SRS ചെയ്തു, എന്നിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് STD ഉണ്ടാക്കി, പിന്നെ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു, യൂണിറ്റ് ടെസ്റ്റ് ചെയ്തു, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു, സിസ്റ്റം ടെസ്റ്റ് ചെയ്തു, ലാസ്റ്റ് നമുക്കൊരു സിസ്റ്റം കിട്ടി. അതായത് ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് കിട്ടി. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ കസ്റ്റമറായ നമ്മുടെ കോളേജിൻ്റെ സൈറ്റിലേക്ക് നമ്മൾ അതിനെ ഡിപ്ലോയ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഇതുവരെ കുറേ ഫേസ് ചെയ്തില്ല. അതായത് റിക്വയർമെൻറ്റ് ഡിസൈൻ, ഇംപ്ലിമെൻറ്റേഷൻ, ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയുന്നത്. അതൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ച് ഇപ്പോൾ ഒരു 4-5 മാസം കൊണ്ട് നമുക്കൊരു പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് ഒരു കുറേ വർഷങ്ങളോളം നീണ്ടെടുക്കുന്ന അല്ലേ. അപ്പം നമ്മൾ ഒരു സോഫ്റ്റ്വെയർ വാങ്ങി
ഒരു നമ്മളൊരു കസ്റ്റമറാണ്, നമ്മൾ സോഫ്റ്റ്വെയർ വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങി അയാളുടെ നമ്മൾ പിന്നെയും പോകുന്നില്ലേ. അപ്പോൾ അതിനെ നമ്മൾ ആ ഒരു സിസ്റ്റത്തിനെ ഓപ്പറേഷനലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ട ആൾ ശരിക്കും ആരാ? ഡെവലപ്പർ അല്ലേ. അപ്പോൾ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് മീൻസ് അതിൻ്റെ നമ്മളിപ്പോൾ ഒരു ഫോൺ വാങ്ങുമ്പോൾ വാറണ്ടി ഇപ്പോൾ 1 ഇയർ വരെ നമുക്ക് സർവീസ് കിട്ടുമെന്നൊക്കെ പറയുന്നില്ല, അത് തന്നെ. അതായത് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിൽ നമ്മൾ പിന്നെയും സിസ്റ്റത്തിന് എന്തെങ്കിലും മോഡിഫിക്കേഷനൊക്കെ വരുത്തുന്നെങ്കിൽ അതിങ്ങനെ ലൈഫ് ത്രൂ ഔട്ട് കൊണ്ടുപോകുന്നതിനാണ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു വാട്ടർഫാൾ മോഡൽ. സിമ്പിളാണ്, ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺ വേർഡ്സിൽ എഴുതാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് തന്ന നോട്ട് നിങ്ങൾ വായിച്ചു നോക്കുക, അതിലുള്ള പോലെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എഴുതാം. പക്ഷേ ഈ 5 പോയിൻ്റ് ഉണ്ടാവണം. ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് വാട്ടർഫാൾ മോഡൽ കുറേ പ്രാവശ്യം 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ 5 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യനിൽ ഒരു പാർട്ട് വാട്ടർഫാൾ മോഡലായിട്ടും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുള്ള നോട്ട്സ് ഞാൻ കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പം അതെന്തായാലും വായിച്ചു നോക്കാം. ഇനി ഈ വാട്ടർഫാൾ മോഡൽ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി വാട്ടർഫാൾ മോഡലിൽ സം ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം എന്തൊക്കെയായിരിക്കും ഒരു വാട്ടർഫാൾ മോഡലിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്? ഈ വാട്ടർഫാൾ മോഡൽ നമ്മൾ ഫസ്റ്റ് പോയിൻറ്റിൻ്റെ എന്താ പറയുക, വാട്ടർഫാൾ മോഡൽ എന്ന് പറയുന്നത് സീക്വൻഷ്യലാണ്. അപ്പോൾ സീക്വൻഷ്യൽ ആകുമ്പോൾ അതിൻ്റെ ഒരു വലിയ ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കും? സീക്വൻഷ്യൽ ആയതുകൊണ്ട് ഒന്ന് കഴിഞ്ഞിട്ടേ അടുത്തേ തുടങ്ങാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ റിക്വയർമെൻ്റ് ഒക്കെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഡിസൈനിലേക്ക് വന്ന് പിന്നെ നമുക്ക് തിരിച്ച് റിക്വയർമെൻറ്റിലേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അത് ഒന്നാമത്തെ എന്താണ് ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, the problems of waterfall model. It is difficult to define all requirements at the beginning of a project. This model is not suitable for accommodating any change. The working version of the system is not seen until late in the project's life. It does not scale up well to large projects. Real projects are rarely sequential. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് നമുക്ക് എല്ലാ റിക്വയർമെൻറ്റ്സ് ഇപ്പം കസ്റ്റമറിന് റിക്വയർമെൻറ്റ്സ് ഫേസ് കഴിഞ്ഞിട്ടല്ലേ അടുത്ത ഫേസിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചൊരു പോക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ കസ്റ്റമറിന് എല്ലാ റിക്വയർമെൻറ്റ്സും പറഞ്ഞു തരാമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. കാരണം റിക്വയർമെൻറ്റ്സ് ഇപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ ഡിഫിക്കൽട്ട്. രണ്ടാമത്തെ പറഞ്ഞു, ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിൻ്റാണത്, നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. അതായത് റിക്വയർമെൻറ്റ്സ് കഴിഞ്ഞിട്ട് ഡിസൈനിലേക്ക് വന്നു, പിന്നെ അടുത്ത ഇംപ്ലിമെൻറ്റേഷന് പോകുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഒരു പുതിയ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യണം എന്ന് തോന്നിയാൽ പറ്റില്ല. അതാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. മൂന്നാമത്തെ, നമ്മളിപ്പോൾ പ്രോസസ്സ് ഫൈനൽ സ്റ്റെപ്പ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നമ്മുടെ ഒരു വർക്കിംഗ് വേഷൻ അതായത് ഒരു പ്രോട്ടോടൈപ്പോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡലോ നമുക്ക് ഇടയിലൊന്നും കിട്ടുന്നില്ല. ഈ സോഫ്റ്റ്വെയർ പ്രോസസ്സ് റിക്വയർമെൻറ്റ് തൊട്ട് ലാസ്റ്റ് ഓപ്പറേഷൻ മെയിൻ്റനൻസ് കഴിയുന്നവരെ കസ്റ്റമർ വെയിറ്റ് ചെയ്യണം. എന്തിന്? ഈ പ്രോഡക്റ്റിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഡമ്മി വേർഷനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ നാലാമത്തെ മീൻസ് ഇറ്റ് ഡസ് നോട്ട് സ്കെയിൽ അപ്പ് വെൽ ടു ലാർജ് പ്രോജക്റ്റ്. സ്മോളർ പ്രോജക്റ്റ് ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ വാട്ടർഫാൾ മോഡലെ നോക്കുന്നത്. വലിയ പ്രോജക്ട്സിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, വാട്ടർഫാൾ മോഡൽ നോക്കുന്നില്ല. ഇനി സീക്വൻഷ്യൽ മോഡലാണ് വാട്ടർഫാൾ മോഡൽ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ റിയൽ വേൾഡിലുള്ള പ്രോജക്ട്സൊക്കെ സീക്വൻഷ്യൽ ആവില്ല. കാരണം കൂടുതലും ഡിഫറെൻറ്റ് വേസിലായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് വാട്ടർഫാൾ മോഡലിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? എന്താ ഒരു സോഫ്റ്റ്വെയർ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, എന്താ ഒരു പ്രോഡക്റ്റ്, എന്താ ഒരു പ്രോസസ്സ് നോക്കി, അത് കഴിഞ്ഞിട്ട് പ്രോഡക്റ്റിൻ്റെയും പ്രോസസ്സിൻ്റെയും മെട്രിസസ് നോക്കി, പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിലെ ഫസ്റ്റ് മോഡൽ വാട്ടർഫാൾ മോഡൽ. ഇത്രയാണ് നോക്കിയത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.